നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM മതിലകം ലോക്കൽ കമ്മിറ്റി ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തി. വ്യാഴാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ പ്രകടനം നടത്തി. തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് അടിയന്തരമായി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തി. മതിലകം കിഴക്കുംപുറം പുഴയോരത്ത് താമസിക്കുന്ന 23 കുടുംബങ്ങൾക്ക് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണെന്നും റോഡ് മാപ്പിംഗിൽ സർവീസ് റോഡിനായി സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. NH അധികാരികളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസ് റോഡിൻ്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ലോക്കൽ സെക്രട്ടറി PH അമീർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ഷീജ ബാബു, TS ഗോപിനാഥൻ, KY അസീസ് എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂമിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ 10ാം വാർഷിക സമ്മേളനം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 4 നടക്കുന്ന വാർഷിക സമ്മേളനം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് KK സക്കരിയ, വാർഡ് മെമ്പർ ലുബ്ന ജിനൂബ് എന്നിവർ മുഖ്യാതിഥികളാകും. ബുസ്താൻ പ്രസിഡന്റ് PK മുഹമ്മദ്, AA കമറുദ്ദീൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ബുസ്താൻ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അഫ്സൽ, പ്രിൻസിപ്പൽ ഷബീർ അലി മാഹിൻ, വൈസ് പ്രിൻസിപ്പൽ MBU റുബീന, PTA പ്രസിഡന്റ് അബ്ദുള്ള, PTA ഭാരവാഹികളായ സഫീന, റിൻസില, ഷമീറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PI ഷൗക്കത്ത് അലി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TL സന്തോഷ് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭാസ്കരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോളി ബാബു, ബ്ലോക്ക് മെമ്പർ ഷൈന മുഹമ്മദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് N ഹരിചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഈ വികസന സെമിനാർ നമ്മുടെ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും ഒക്കെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഗ്രാമസഭകളിൽ നിന്നും വർക്കിംഗ് കമ്മിറ്റികളിൽ നിന്നും ഉള്ള പദ്ധതികളുടെ ഒരു കരട് രേഖ ആ കരട് രേഖയ്ക്ക് ഒരു അന്തിമ രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വികസന സെമിനാർ. നമ്മുടെ പ്രദേശത്തിന് സാധാരണക്കാർക്ക് ആവശ്യമായ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്നേഹതീരത്തിനടുത്തുള്ള ശ്മശാനം, പൊതു ശ്മശാനം, അതുപോലെ നമ്മളുടെ ഹെൽത്ത് സെൻ്ററിൽ രോഗികൾക്ക് കിടത്തി ചികിത്സിക്കാനായിട്ട് ഉണ്ടാക്കിയ ബിൽഡിങ്, അതുപോലുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പദ്ധതികൾ വരട്ടെ എന്നും അതുപോലെ തന്നെ കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേലം രക്തസാക്ഷി ദിനാചരണം നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ചടങ്ങ് കർഷക സംഘം ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. MV ഭാസ്കരൻ, CPIM ഏരിയ കമ്മിറ്റി മെമ്പർ KV ഡേവിസ്, CPIM മണലൂർ ലോക്കൽ സെക്രട്ടറി MK സദാനന്ദൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, ജനാർദ്ദനൻ മണ്ണുമൽ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി റഹ്മത്ത് നഗറിൽ പുതിയതായി നിർമ്മിച്ച അൽ ഹിക്മ മസ്ജിദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു. ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. ഷാഫി സുബാഹി മുഖ്യ പ്രഭാഷണം നടത്തി.
വിസ്ഡം ശാഖ പ്രസിഡന്റ് ഉസ്മാൻ വലിയകത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IK സുധീഷ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം നൌഫൽ വലിയകത്ത്, ഷാഹുൽ വാടാനപ്പള്ളി, അഷ്റഫ് സുല്ലമി, VM റിയാസ്, VH ഹുസൈൻ, AK അബ്ദുൽ മജീദ്, മുഹമ്മദ് ഷഫീർ, അഷ്റഫ് മൗലവി എന്നിവർ സംസാരിച്ചു. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിന്റെ 36-37 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അള്ളാഹുവിന്റെ വെളിച്ചം പരിചയപ്പെടുത്തിക്കൊണ്ട് അതിനെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു നൂറ് സമാവാത്തി വൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ ആയത്ത് പറഞ്ഞ ശേഷം ആ വെളിച്ചം എവിടെയുള്ള അള്ളാന്റെ ആ നൂറ് എവിടെ ഉള്ളത്? ഫീ ബുയൂത്തി, ചില വീടുകളിലാണ് അഥവാ പള്ളികളിലാണ്. അതിനല്ലാഹു അൻതുർഫ, ആ പള്ളികൾ പടുത്തുയർത്താൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു, നിങ്ങളതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വയുദ്കറ ഫീ ഹസ്മുഹു, അവിടെ അള്ളാഹുവിന്റെ നാമം അനുസ്മരിക്കപ്പെടണം. അവിടെ ബഹളമുണ്ടാക്കരുത്, ഒച്ച വെച്ച് സംസാരിക്കരുത്, അച്ചടക്കത്തോടു കൂടി ഉണ്ടാകണം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തിട്ട് നമസ്കരിക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഖുർആൻ പാരായണം മെല്ലെയാക്കണം, നിശബ്ദമായി ഓതണം. ഉറക്കെ ഓതി നിങ്ങളുടെ ശബ്ദം ഉയരുമ്പോൾ ആ പള്ളിയിൽ തൊട്ടടുത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെയൊക്കെ വളരെയധികം അച്ചടക്കങ്ങളും ആദാബുകളും നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളി. അള്ളാഹുവിന്റെ നാമം അവിടെ അനുസ്മരിക്കപ്പെടണം. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രകടനവും ധർണയും നടത്തി. വാടാനപ്പള്ളി സെൻട്രലിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TC റീത്ത ടീച്ചർ, ഏങ്ങണ്ടിയൂർ യൂണിറ്റ് സെക്രട്ടറി അജിതകുമാർ, വാടാനപ്പള്ളി യൂണിറ്റ് ട്രഷറർ AM അബ്ദുൾ ജലാൽ, തളിക്കുളം യൂണിറ്റ് സെക്രട്ടറി MV ജയപ്രകാശൻ, നാട്ടിക യൂണിറ്റ് പ്രസിഡന്റ് PR രഘുനാഥൻ മാസ്റ്റർ, വലപ്പാട് യൂണിറ്റ് സെക്രട്ടറി MV രാധാകൃഷ്ണൻ മാഷ്, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് നടപ്പിലാക്കാൻ പോകുന്ന 1/1/26 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് ശമ്പള പരിഷ്കരണം, അതിലൂടെ ഉണ്ടാകുന്ന വർധന നമ്മുടെ പെൻഷൻകാർക്ക് ലഭ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ബില്ലാണ് ഇവിടെ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ളത്. ഈ അവതരിപ്പിച്ച ബില്ല് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തൊഴിലാളി സംഘടനകളും അഖിലേന്ത്യാ തലത്തിൽ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ സംഘടന എന്ന നിലയ്ക്ക്, അതായത് 90% പെൻഷൻകാരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘടന എന്ന നിലയ്ക്ക് നമ്മളും അതിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് സ്വാന്തന പരിചരണ പദ്ധതി സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലനം നൽകി. കാരമുക്ക് കുറ്റൂക്കാരൻസ് കൺവെൻഷൻ സെന്ററിൽ നടത്തിയ പരിശീലന പരിപാടി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്ന മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, പാലിയേറ്റീവ് നഴ്സ് ഷബിനി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള കൺവീനർ MG പ്രവീൺ കോഴിക്കോട്, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് ജെനി, ഫിസിയോതെറാപ്പിസ്റ്റ് ആതിര എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് CGS സ്കൂളിൽ 110ാം വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ദാവീദ് വിധേയത്തിൽ അധ്യക്ഷനായി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാവ്യ പ്രശോഭ് കുട്ടികൾക്കായുള്ള എൻഡോമെന്റ് വിതരണവും നടത്തി. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിലാസിനി വേണുഗോപാൽ, അന്ന മരിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ നിജ ജോസഫ്, PTA പ്രസിഡന്റ് അഭിരാജ് KR, MPTA പ്രസിഡന്റ് DT നെൽസൺ, സ്കൂൾ ലീഡർ കുമാരി നേഹ നെൽസൺ, പ്രധാനാധ്യാപിക വിൻസി, ജനറൽ കൺവീനർ അനീറ്റ എന്നിവർ സംസാരിച്ചു.
ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം വാടാനപ്പള്ളി പഞ്ചായത്ത് ഇടതുപക്ഷ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CITU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അഷ്റഫ് വലിയകത്ത്, വൈസ് ക്യാപ്റ്റൻ നിസാർ, A യൂസഫ്, VG വിനോദൻ, P വരദൻ, R ഷൗക്കത്തലി, സജീഷ് വാലപ്പറമ്പിൽ, മുഹമ്മദ് അരവശ്ശേരി എന്നിവർ സംസാരിച്ചു. ചിലങ്ക സെന്ററിൽ നടന്ന സമാപന യോഗം സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. CM നിസാർ അധ്യക്ഷനായി. VG വിനോദൻ, P വരദൻ, മുഹമ്മദ് അരവശ്ശേരി, മനോജ് MK എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ത്രീകൾക്കായി യോഗ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. 7ാം വാർഡിൽ 3ാം ബാച്ചിന്റെ സമാപന യോഗം പുളിപ്പറമ്പിൽ ബേബിയുടെ വീട്ടിൽ വെച്ച് നടത്തി. സമാപന ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഉദ്ഘാടനം ചെയ്തു. 7ാം വാർഡ് മെമ്പർ രജനി ബാബു അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ TP സോമൻ, ഡോക്ടർ ലാലി, ഉഷ ഗണേശൻ, അനിത വിജി, മിനി, ഷിംസി, അജിത, ആര്യനന്ദ, റീന, ലളിത എന്നിവർ സംസാരിച്ചു. യോഗ അധ്യാപകൻ നവീൻ ക്ലാസിന് നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 25-26 സാമ്പത്തിക വർഷത്തിലുള്ള പദ്ധതിയാണ് വനിതകൾക്ക് യോഗ പരിശീലനം. അത് നല്ല നിലയ്ക്ക് തന്നെ നമ്മുടെ ഡോക്ടർ എല്ലാ വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ്. ആദ്യം ഹോസ്പിറ്റലിലായിരുന്നു, ആയുർവേദ ഹോസ്പിറ്റലിൽ, പിന്നെ അവിടെ നിന്നും എല്ലാ വാർഡുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ 2 വാർഡുകൾ ചേർന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നടത്തി പോകുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സ്ത്രീകൾക്ക് എന്നും നേരമില്ല. സ്ത്രീകളായി കഴിഞ്ഞാൽ പിന്നെ നേരമില്ല. നമുക്ക് നമ്മുടെ മക്കളെ നോക്കുക, ഭർത്താക്കന്മാരെ നോക്കുക, അത് കഴിഞ്ഞ് അച്ഛനും അമ്മേനെയും നോക്കുക, ഇങ്ങനെ മറ്റു കാര്യങ്ങൾ നോക്കി നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് നേരമില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ നമുക്ക് നേരം ഉണ്ടായി ഇല്ലേ? നമ്മൾക്കൊരാള് അത് നിർദ്ദേശം തരാൻ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ നേരം ഉണ്ടായി, എല്ലാവർക്കും നേരം ഉണ്ടായി. നമ്മളുടെ ശരീരത്തിന്റെ കാര്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വലതുവശത്തേക്കും, അതേപോലെ വലതുവശത്തിലെ തിരിച്ച് ഇടതുവശം നേരെ മുന്നിലേക്ക് നിർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക് വലത് കൈ കൊണ്ട് ഇടത് കാൽമുട്ടിനും, അതേപോലെ തന്നെ ഇടത് കൈ ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. കണ്ടിന്യൂ. 3. പള്ളിപ്പുറം വിദ്യാവിലാസം UP സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക KB പ്രിൻസ് ടീച്ചർക്കുള്ള യാത്രയപ്പും നടന്നു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മിനി അനുരൂപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജറും മണപ്പുറം ഗ്രൂപ്പ് ചെയർമാനുമായ VP നന്ദകുമാർ ഉപഹാര സമർപ്പണം നടത്തി. LSS USS പ്രതിഭകൾക്കുള്ള ഉപഹാരം വലപ്പാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ KV അമ്പിളി സമർപ്പിച്ചു. പ്രധാന അധ്യാപിക RP ശ്രീജ, വ്യാസ ബാബു, പ്രസന്നൻ, സുഷമ നന്ദകുമാർ, വാർഡ് മെമ്പർ ഫെമിന സിറാജുദ്ദീൻ എന്നിവർ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. വാർഡ് മെമ്പർ റീജ സിംഗ്, അധ്യാപകരായ സ്വപ്ന, KAGC, AM മിനില, KB പ്രിൻസ്, സ്കൂൾ ലീഡർ അന്മയ അനിൽ, മാതൃസംഗമം പ്രസിഡന്റ് ശ്രീമോൾ ബൈജു എന്നിവർ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാവിലാസം സ്കൂൾ UP സ്കൂൾ, ഞാൻ മനസ്സിലാക്കിയ ഏകദേശം 575ഓളം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ വലപ്പാട് മേഖലയിലെ, ഈ പള്ളിപ്പുറം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ്. അത്രയും കുട്ടികളിവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കൂളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്. അങ്ങനെ പ്രത്യേകതയുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ രക്ഷിതാക്കൾ സ്കൂളിൽ ചേർത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. വലപ്പാട് പഞ്ചായത്തിൽ ഞങ്ങൾ പബ്ലിക് എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചിരുന്നു. ആ കമ്മിറ്റി വിളിച്ചപ്പോൾ പലപ്പോഴും സംഭവിക്കാവുന്നതുപോലെ ഏതെങ്കിലും ഒരു ടെമ്പററി സ്റ്റാഫിൽ പറഞ്ഞയക്കുന്ന പ്രവണത ഇപ്പോഴും ഉണ്ട്. അത്തരം കാര്യങ്ങൾ സീരിയസ് ആയി കാണാത്ത നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഉണ്ട്. എയോട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ സർക്കാരുണ്ട്, നമുക്ക് വേണ്ടി നമ്മുടെ പഞ്ചായത്തുണ്ട്,
നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാമായ മാനേജർ ആരുടെ പോയി കഴിഞ്ഞിട്ടുള്ള ആവശ്യമില്ല. ഇനിയൊരു ഇടവേള. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളം തമ്പാൻകടവ് പുളിക്കൽ ധർമ്മദേവ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളംപാട്ടും കലാപരിപാടികളും നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, മുത്തപ്പന് രൂപക്കളം, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, രാത്രി അത്താഴപൂജ, കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് PK ഭരതൻ, സെക്രട്ടറി പ്രേംദാസ് PK, ട്രഷറർ PB മനോജ്, ഹരിനാഥ് വിജയൻ, പത്മരാജ് സനോജ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ണിനും കണ്ണായ കൺമണിയെ കൈവളര് കാൽവളര് വാസന്തം വിരുന്നു വന്നു വാസന പൂവിരിഞ്ഞു. ഏങ്ങണ്ടി
തിരുവണ്ടിയൂർ മുല്ലപ്പള്ളി കരിപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നടതുറപ്പ് ഉത്സവവും പൊങ്കാല സമർപ്പണവും ഭക്തി നിർഭരമായി. പൊങ്കാല സമർപ്പണത്തിന് നിരവധി സ്ത്രീകൾ എത്തിച്ചേർന്നു. ക്ഷേത്രം മേൽശാന്തി പ്രബീഷ് ശാന്തി ക്ഷേത്രം പൊങ്കാലയ്ക്ക് ആദ്യ ദീപം തെളിയിച്ചു. നിറമാല, ചുറ്റുവിളക്ക്, പറനിറയ്ക്കൽ, വിശേഷാൽ വഴിപാടുകൾ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ, ട്രഷറർ KS വസുധരൻ, വൈസ് പ്രസിഡന്റ് KK മോഹനൻ, ജോയിന്റ് സെക്രട്ടറി KA മോഹനൻ, ക്ഷേത്രം കീഴ്ശാന്തി സുനിൽ, ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ KB സുനിൽ, രാമചന്ദ്രൻ, KP ഷാജി, സുജു സുരേശൻ, VK അനിരുദ്ധൻ, വനിതാ വിഭാഗം സെക്രട്ടറി ശോഭന വസുധരൻ, ട്രഷറർ സുനില കൃഷ്ണമൂർത്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ വർഷവും മുല്ലപ്പള്ളി കരിപ്പാടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് പൊങ്കാല. അത് നടതുറക്കനോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും പൊങ്കാല വൈകിട്ട് നടത്തുന്നത്. ദേവിക്ക് നൽകുന്ന വിശുദ്ധമായ ഭക്ഷണമാണ് പൊങ്കാല. സ്ത്രീകളുടെ ഭക്തിയുടെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് പൊങ്കാല. സർവൈശ്വര്യസിദ്ധി, ഉദ്ദിഷ്ടകാര്യസിദ്ധി, ആരോഗ്യം എന്നിവ ഉണ്ടാകുന്നതിനായിട്ട് എല്ലാ വർഷവും മുല്ലപ്പള്ളി കരിപ്പാടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അതിൻ്റെ നടതുറപ്പോടനുബന്ധിച്ച് നടത്തുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് പൊങ്കാല. എല്ലാ വർഷവും 100-ൽ പരം സ്ത്രീകൾ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് എല്ലാ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും ഇത് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. വലപ്പാട് കുന്തറ ശ്രീ മുത്തപ്പൻ ഭദ്രകാളി മലങ്കുർത്തി ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകം, വിഷ്ണുമായയ്ക്ക് രൂപക്കളം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദേവിക്ക് രൂപക്കളം, ദീപാരാധന, രാത്രി അത്താഴപൂജ, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പ്രേമരാജ് പടിയൂർ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരി മണി വാസു, പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നാട്ടിക, സെക്രട്ടറി പ്രകാശൻ കുന്തറ, ട്രഷറർ സീന ചന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് 5 ആനകളോടുകൂടി കൂട്ടി എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളവും നടന്നു. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, വെടിക്കെട്ട്, രാത്രി തായമ്പക, നൃത്തസന്ധ്യ, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരികളായ ഡോക്ടർ AV അനൂപ്, AP ഗിരിജാശങ്കർ, ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി രാജീവ് AB, മാനേജർ ഷീജ ബാബുരാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
നാട്ടിക മത്സ്യഭവന്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വിരമിക്കൽ ആനുകൂല്യ വിതരണവും മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസും വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ സജീഷ് അധ്യക്ഷയായി. വിരമിക്കുന്നതിന് മുമ്പ് വരെ അടച്ച മൊത്തം ക്ഷേമനിധി പ്രീമിയം തുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ, നാട്ടിക ഫിഷറീസ് ക്ഷേമനിധി ഓഫീസർ സുജിത് BV, നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ അരുണിമ B, യദു കൃഷ്ണ KR എന്നിവർ മത്സ്യത്തൊഴിലാളികൾക്കായി വിവിധ സെക്ഷനുകളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്, ബിന്ദു മോഹനൻ, ശോഭന ഷൺമുഖൻ, നാട്ടിക ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ മുട്ടി, സാഗർ മിത്ര നീതു, അക്വാകൾച്ചർ പ്രൊമോട്ടറായ കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 13 മുതൽ 16 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 13 രാവിലെ 10 പ്രഭാഷണം, പ്രസാദോട്ട്, കലാപരിപാടികൾ എന്നിവ നടക്കും. 14 വൈകിട്ട് തിരുവാതിരക്കളി, നാടകം, ശീവേലി എഴുന്നള്ളിപ്പ്, തെയ്യം, പ്രസാദോട്ട്, വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ്, വർണ്ണമഴ, നൃത്തനൃത്യങ്ങൾ, ഭജന. 16 പുലർച്ചെ മുതൽ ബലിതർപ്പണത്തോടുകൂടി കലാപരിപാടികൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗിരീഷ് മാത്തുക്കാട്ടിൽ, പ്രവീൺ ചെറുകര, പ്രദീപ് കരിപ്പാടത്ത്, സുജേഷ് വഴിനടക്കൽ, സജീവൻ തോട്ടപ്പറമ്പത്ത് എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ജനറൽ വനിതകൾക്കുള്ള പച്ചക്കറി തൈകളും വളവും കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തു. പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KA ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, സനി രാജു, സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ, രജനി ബാബു, പവിത്രൻ KV, കൃഷി ഓഫീസർ ശുഭ എന്നിവർ സംസാരിച്ചു. 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പച്ചക്കറി തൈ വനിത എന്ന പ്രൊജക്റ്റാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. വൈസ് പ്രസിഡന്റ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ഗ്രാമസഭയിൽ, കർഷക ഗ്രാമസഭയിലും പലരും അഭിപ്രായം ഇതുതന്നെയായിരുന്നു. ഓരോ വീട്ടിലും അവർക്ക് വേണ്ട പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചും കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നതും ഈ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് 5 തരം പച്ചക്കറി തൈയാണ് ഇന്നിവിടെ കിട്ടുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. വിനു, ഷീബ അജയകൃഷ്ണൻ, PK മോഹനൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T. പ്രേമൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മുൻ തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റും നിലവിലെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ K. ദിലീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. വാർഷിക പദ്ധതിയിൽ 7,28,34,000 രൂപയുടെ പദ്ധതികളാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷോല മഹേഷ്, MS ഭാസ്കരൻ, ഡിവിഷൻ മെമ്പർമാരായ ഹസീന താജു, താര ബാബു, KB സുധ, ഷൈന മുഹമ്മദ്, രാജീഷ ചിവിജി, ഇർഷാദ് ചേറ്റുവ, അജ്മൽ ഷെരീഫ്, TP സോമൻ, സന്തോഷ് കുമാർ KR, സെക്രട്ടറി VS റിജികുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വർക്കിംഗ് കമ്മിറ്റി യോഗമാണ്. ഇതില് അംഗങ്ങളായിട്ടുള്ള ഭൂരിപക്ഷ ആളുകൾ എത്തിയിട്ടുണ്ട്. അതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾക്ക് 2026-27 പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു കരട് പദ്ധതി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായി നമ്മളെല്ലാവരും നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന് ഓരോ മേഖലകളുടെയും ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന് ചർച്ച ചെയ്ത് ഈ അഭിപ്രായങ്ങളൊക്കെ. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിന്റെ വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഇൻചാർജും SNDP യോഗം കൗൺസിലറുമായ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് മിനിജ R. വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ശലഭ ജ്യോതിഷിന് ഉപഹാരം നൽകി അനുമോദിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ കലാകായിക മത്സരങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി. മദ്രാസ്
IIT-യുമായി സഹകരിച്ച് നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സ്കൂൾ വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, പ്രിൻസിപ്പാൾ ജയാബിനി GSB, ഫുട്ബോൾ ക്ലബ്ബ് കേരള ചീഫ് കോച്ച് KA നവാസ്, സ്റ്റാഫ് സെക്രട്ടറി KR രഘുരാമൻ, സ്കൂൾ ലീഡർ ദേവി KR, നവീൻ ഭാസ്കർ എന്നിവർ സംസാരിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള 3 മാസത്തെ കോഴ്സുകൾ. അപ്പോൾ നമ്മൾ ഡിഗ്രി കോഴ്സിന് ചേരുമ്പോൾ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കൂടെ അവർക്ക് പഠിച്ചിറങ്ങാം. കാരണം എന്ന് വെച്ചാൽ ആ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവന് ജോലിക്ക് കയറാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കൂടെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞു പിന്നെ വേറെ ഇതിന് പോയി, അപ്പോൾ അതൊക്കെ ഇല്ലാതെ കണ്ട് തന്നെ ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടാവുന്ന സംവിധാനങ്ങൾ കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കണം എന്ന് മാത്രം പറയാനായിട്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ സ്കൂളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ സബ് ജില്ലയിലൊക്കെ നമ്മൾ ടോപ്പ് പൊസിഷനിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ വരും എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഏതായാലും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും തന്നെ അല്ലേ നാടിൻ്റെ പ്രതിഭകളായി മാറട്ടെ. മണലൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDS-ഉം മണലൂർ വെറ്റിനറി ഡിസ്പെൻസറിയും സംയുക്തമായി ചേർന്ന് മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവനം ക്യാമ്പയിൻ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷയായി. CDS വൈസ് ചെയർപേഴ്സൺ രാജി സുധീരൻ, വെറ്റിനറി സർജൻ ഡോക്ടർ അഞ്ജു അന്ന ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, ബ്ലോക്ക് കോർഡിനേറ്റർ ധന്യ എന്നിവർ സംസാരിച്ചു. വേനൽക്കാല കന്നുകാലി പരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. ഇന്നിവിടെ വെച്ചിട്ടുള്ളത് ആ പരിശീലനത്തിന് വെറുതെ അത് പരിശീലനത്തിന്റെ ട്രെയിനിങ് മാത്രം കേട്ട് പോവല്ല, അതിനുപരി ഇവിടെ മരുന്നുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ. അത് ഏത് വിധേനയാണ് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ഒട്ടേറെ സാധ്യതയുള്ള ഒരു ഇതാണ് മുറ്റിച്ചൂർ ALP സ്കൂളിൽ 116-ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. മുറ്റിച്ചൂർ മൻഹൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MLA CC മൂന്നൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വാർഷികം ഉദ്ഘാടനമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളോട് എന്താ ചെയ്യേണ്ടതെന്ന് പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിയ നിയോജകമണ്ഡലത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ മൊത്തം ഞാൻ ഇപ്പോൾ നിങ്ങൾ പ്രസംഗിക്കാൻ വരുമ്പോൾ പരിശോധിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും 18.5 കോടി രൂപയാണ് നമ്മുടെ നാട്ടിയ നിയോജകമണ്ഡല വിദ്യാഭ്യാസമായി മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മാറ്റിവെക്കുന്നതിലൊരു പ്രത്യേകത നമ്മുടെ മറ്റുള്ള സ്കൂളൊക്കെ സർക്കാർ സ്കൂളുകളായതുകൊണ്ട് സർക്കാരിൻ്റെ കീഴിൽ വരുമ്പോൾ അവർക്കാണ് മുൻഗണന കൊടുക്കുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് ഒരു മുൻഗണന ലഭിക്കേണ്ടതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. PTA അംഗങ്ങളും അധ്യാപകർക്കും കൂടി ആലോചിച്ച് മുറ്റിച്ചൂർ സ്കൂളിന് സർക്കാരിന് ലഭിക്കേണ്ട സഹായം ഏത് രീതിയിലാണ് ലഭിക്കുക എന്ന് ഇടപെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ മുഖ്യ അതിഥിയായിരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ എൻഡോമെന്റ് വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേനക ടീച്ചർ സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സർജു ജിബിൻ, MPTA പ്രസിഡന്റ് ഫസ്ന അദീബ്, മുൻ PTA പ്രസിഡന്റ് കിഷോർ പള്ളിയാറ, PTA വൈസ് പ്രസിഡന്റ് തസ്നി അൻഷാബ്, സ്കൂൾ ലീഡർ ശ്രീലക്ഷ്മി KS, ഹെഡ്മാസ്റ്റർ ബൈജു ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് അമൂല്യ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM മതിലകം ലോക്കൽ കമ്മിറ്റി ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തി. വ്യാഴാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ പ്രകടനം നടത്തി. തീരോന്നതി പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യ വിതരണം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.